നമസ്കാരം. പനിയാണ്, പനി അടിച്ചിരിക്കുക. എങ്കിലും പറയാനുള്ള കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യല്ലോ. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ശരിയാണ് എന്ന് തോന്നിയാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വാർത്ത അണയാതെ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ മലയാളികളാണ്. മലയാളികൾ കേരളത്തിൽ, നമ്മളൊക്കെ കേരളത്തിൽ താമസമാക്കിയിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? അതിനു മുമ്പ് ആരായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്? നമ്മൾക്ക് മുമ്പ് ഇവിടെ കേരളത്തിൽ ആദ്യം വസിച്ചിരുന്നവരെയാണ് നമ്മൾ ആദിവാസികൾ എന്ന് വിളിക്കുന്നത്. ആദ്യവാസികൾ, ആദ്യമായി ഇവിടെ വസിച്ചിരുന്നവർ, അവരാണ് ആദിവാസികൾ. അങ്ങനെയാണെങ്കിൽ ആ ആദിവാസികൾക്ക് ശേഷം വന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. ഞാൻ ഈ പറഞ്ഞു വരുന്നത് പി.വി. അൻവറിനെ എന്തുകൊണ്ട് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്തു എന്നതിന്റെ ആ ഒരു സാക്ഷ്യത്തിലേക്കാണ് വരുന്നത്, ശരിയായ വഴിക്കാണ് വരുന്നത്. വലിയൊരു നിഗൂഢതയുണ്ട്, വലിയൊരു സത്യമുണ്ട്. ആ സത്യം ഇനിയും തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും അടങ്ങുന്ന വലിയൊരു സമൂഹം വഞ്ചിക്കപ്പെട്ടു പോകും എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഓപ്പണായി പറയേണ്ടി വരുന്നത്. അപ്പോൾ ഈ ആദി സമൂഹം, ആദ്യമായിട്ട് ഇവിടെ വച്ചിരുന്ന ആദിവാസികൾ, ആ ആദിവാസികളെ ആട്ടിപ്പായിച്ചിട്ടാണ് ആധുനികവാസികൾ എന്ന് പറയുന്ന നമ്മുടെ മുൻതലമുറക്കാർ ഇവിടെ കേരളം വാഴുന്നത്. എന്നിട്ട് അവർക്ക് ചില ആനുകൂല്യങ്ങൾ കൊടുത്തു, അവരെ കാട്ടിലേക്ക് വിട്ടു. അന്നിവിടെ കാടാണല്ലോ, ഇങ്ങനെ വികസിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് താമസിക്കാനുള്ള, അതായത് നമ്മുടെ മുൻ തലമുറയ്ക്ക് താമസിക്കാനുള്ള ഇവരുടെ വാസസ്ഥലങ്ങൾ എടുത്ത ശേഷം അവരെ ഉൾക്കാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അന്നത്തെ ഉൾക്കാട്ടിലേക്ക് താരതമ്യേന കേരളത്തിലെ കൂടുതൽ ആൾക്കാർ അവർ തന്നെയാണ്, ഈ ആദിവാസികൾ തന്നെയാണ്. ഇന്നത്തെ കഥയല്ല ഞാൻ പറയുന്നത്, അന്നത്തെ കഥ. ആ ആദിവാസികളുടെ ഇടയിലേക്ക് ആധുനികരെന്ന് കരുതുന്ന നമ്മളൊക്കെ വന്ന് അവരെ കാട്ടിലേക്ക് പായിച്ച് അവരുടെ വിഭവങ്ങൾ മുഴുവൻ കൊള്ളയടിച്ച് ഇവിടെ നമ്മൾ വാണരുളുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർക്ക് വേണ്ടി ഒരുക്കി വെച്ച, പ്രകൃതിയെ ചൂഷണം ചെയ്യാത്ത, പ്രകൃതിയെ നശിപ്പിക്കാത്ത ഒരു ആവാസ വ്യവസ്ഥ, ആ വ്യവസ്ഥയെയാണ്, അല്ലെങ്കിൽ ആ ഒരു കാലാവസ്ഥയാണ് നമ്മൾ പൊക്കിയെടുത്തിട്ട് നമ്മുടേതാക്കി മാറ്റി, പട്ടണങ്ങളാക്കി മാറ്റി, വലിയ വികസനങ്ങളാക്കി മാറ്റി ഒക്കെ ചെയ്തത്. ഇന്നും ആദിവാസി താമസിക്കുന്നത് അളയിലും ഗുഹയിലും മരത്തിന്റെ ചോട്ടിലും പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചതിന്റെ താഴെയും തന്നെയാണ്, മാറ്റൊന്നുമില്ല. അവർ പ്രകൃതിയെ നശിപ്പിക്കുന്നില്ല, പ്രകൃതിയെ ഒരു വിധത്തിലും ബുദ്ധിമുട്ടിക്കുന്നില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് എണ്ണത്തിൽ എത്രയുണ്ട് അവർ? വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമാണ് കേരളത്തിലെ ആദിവാസികളായിട്ടുള്ള കാട്ടുനായ്ക്കനും ചോലനായ്ക്കനും ഒക്കെ ഉള്ളത്. അവരിൽ പെട്ടവരെയാണ് ഏറ്റവും കൂടുതൽ കാട്ടിൽ ആന ചവിട്ടി കൊല്ലുന്നത്, മറ്റു വന്യമൃഗ ശല്യം കൊണ്ട് കൊല്ലപ്പെടുന്നത്. അവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്, ക്രമാതീതമായി കുറഞ്ഞു വരികയാണ്, സഹിക്കാൻ പറ്റുന്നതിന്റെ അങ്ങേപ്പുറത്തെ അളവിൽ കുറഞ്ഞു വരികയാണ്. അപകടമാണിത്. നമ്മുടെ ഈ നാടിന്റെ ഒരു ചരിത്രമാണിത്. ആ ചരിത്രം ഇല്ലാതെ വരുന്നു, അത് കുറഞ്ഞിങ്ങനെ വരുന്നു. അങ്ങനെ കൊല്ലപ്പെട്ട് അവരുടെ വംശനാശം ഇല്ലാതാകുന്ന സമയത്ത് അവർക്ക് വേണ്ടിയാണ് പി.വി. അൻവർ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു കാര്യം തീർന്നിട്ടില്ല. നമ്മൾ പറഞ്ഞു ആദിവാസികളായിട്ടുള്ളവർ, അവരെ ആട്ടിപ്പായിച്ച് ആധുനികവാസികളായിട്ടുള്ള നമ്മൾ വന്ന് അവരുടെ വ്യവസ്ഥകൾ, ആവാസ പരിസ്ഥിതി മുഴുവൻ കൊള്ളയടിച്ച് അല്ലെങ്കിൽ പിടിച്ചടക്കി അവരെ കാട്ടിലേക്ക് പറഞ്ഞു വിട്ട് നമ്മൾ അധിവസിക്കുമ്പോൾ അവർക്ക് ചില ആനുകൂല്യങ്ങൾ കൊടുത്തു. നമ്മൾ ഈ ഉണ്ടാക്കുന്ന പണം ഉണ്ടല്ലോ, ഉണ്ടാക്കുന്ന പണം മറ്റു കാര്യങ്ങളിൽ നിന്ന് കുറച്ച് അവർക്ക് കൊടുക്കാം. അതൊരു കരാറാണ്. ആ പാവങ്ങൾക്ക് മുദ്രപത്രത്തിൽ കരാറൊന്നും എഴുതാൻ അറിയില്ലല്ലോ, അപ്പൊ അത് കൊടുത്തുകൊള്ളാം, ഒരു ഔദാര്യം പോലെ. അത് ഇന്നും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്നൊരു കുഴപ്പമുണ്ട്. ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ ആദിവാസികളായിട്ടുള്ള, അതായത് അവരുടെ ഭൂമിയാണ് നമ്മൾ കൈയടക്കി നമ്മൾ കൈകാര്യം ചെയ്തത്. ആ ഭൂമിയാണ് വികസിപ്പിച്ച് നമ്മൾ ആ കാടിന്റെ ഓരത്ത് വരെ എത്തി നിൽക്കുന്നത്. അപ്പോൾ ആ ആദിവാസികളെ അതിനനുസരിച്ച് ഉൾക്കാട്ടിലേക്ക് പറഞ്ഞുവിടുകയും ചെയ്തു നമ്മൾ. എന്നിട്ട് അവർക്ക് വേണ്ടി അനുവദിക്കുന്ന കോടികൾ, ശതകോടികൾ, കോടിക്കണക്കിന് കോടികൾ അവർക്ക് വേണ്ടി ഇപ്പോ അനുവദിച്ചിട്ടുണ്ട്. അത്രത്തോളം പണം കേരളപ്പിറവിക്ക് ശേഷം ഇങ്ങോട്ട് എടുക്കണമെങ്കിൽ അത്രത്തോളം പണം അനുവദിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഇന്നുള്ള കാട്ടുനായ്ക്കളും ചോലനായ്ക്കളും എത്ര പേരുണ്ടെന്ന് നോക്കുക. അവർക്ക് ഈ പറഞ്ഞ കോടികൾ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, ആ പണം അവരിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് അവർ ഏത് സ്ഥാനത്ത് നിന്നേനെ സാമ്പത്തികമായി? ചിന്തിക്കൂ. അവിടെയാണ് പി.വി. അൻവറിന്റെ ശബ്ദം, പി.വി. അൻവറിന്റെ അറസ്റ്റ് ഒക്കെ വലിയ മൂല്യമുള്ളതായി തീരുന്നത്. എന്തുകൊണ്ടാണ് പി.വി. അൻവറിനെ അറസ്റ്റ് ചെയ്തതെന്ന് അവിടെയാണ് മനസ്സിലാവുന്നത്. ഈ മീഡിയകൾ പി.വി. അൻവറിനെ അറസ്റ്റ് ചെയ്തതും അതിനുശേഷം ജാമ്യം കിട്ടിയതും ആയിട്ടുള്ള വിഷയങ്ങൾ ഇവിടുത്തെ സോഷ്യൽ മീഡിയ, മറ്റു മീഡിയ ഒക്കെ വലിയ രീതിയിൽ അവർ സംസാരിച്ചു. പക്ഷെ യാഥാർത്ഥ്യം മാത്രം പറഞ്ഞില്ല. യാഥാർത്ഥ്യം വന്നത് ഈ പറയുന്ന ആദിവാസികൾക്ക് വേണ്ടി, അതായത് നമ്മുടെ ആദ്യവാസികൾക്ക് വേണ്ടി ഇവിടെ കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും
മാറ്റിവെക്കുന്നത്. ആ പണം അവരിലേക്ക് എത്തുന്നില്ല. അവരുടെ ചികിത്സ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വീട്. ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു കണക്ക് സർക്കാർ നിയോഗിച്ച ഒരു കമ്മീഷൻ ഒരു റിപ്പോർട്ട് എടുത്തുകൊണ്ട് വന്നത് 10-20 പരം വീടുകൾ, അവർക്ക് ലൈഫ് മിഷന്റെ വീടുകൾ വെച്ചു കൊടുത്തു, അതിലാണ് താമസിക്കുന്നത് എന്നാണ്. പക്ഷെ അത്തരത്തിലൊരു വീടോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സംവിധാനമോ എവിടെയുമില്ല. അതൊക്കെ ലിസ്റ്റിൽ മാത്രമേ ഉള്ളൂ. അവർ താമസിക്കുന്നത് പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയിട്ടുള്ള ആ ഷീറ്റിന്റെ അടിയിലും അതുപോലെ മരങ്ങളുടെ താഴെയുമാണ്. അതുപോലെ ഗുഹകളിലുമൊക്കെ കാട്ടുനായ്ക്കന്റെ ചോലനായ്ക്കന്റെ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ അവർക്ക് വേണ്ടി അവരിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂമിയിൽ നിന്നുകൊണ്ട് ഇവിടെ അധികാരം കൈയാളുന്ന ഇവിടുത്തെ അധികാരി വർഗം കോടികൾ ഓരോ വർഷവും ചെലവഴിക്കുമ്പോൾ ആ കോടികൾ ചെന്നെത്തുന്നത് ഈ വനപാലകരുടെയും ഈ പറഞ്ഞ മറ്റു ഉദ്യോഗസ്ഥരുടെയും അവരുടെയും കീശയിലേക്കാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ വനപാലകരുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരുടെ കീശയിലേക്ക് ഈ കോടികൾ ചെന്നെത്തുമ്പോൾ ഈ ആദിവാസികൾ അവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരക്കാർ ജീവിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവരില്ലാതാകണം. ഇവർ വനത്തിൽ പി വി അൻവർ പറഞ്ഞതുപോലെ വലിയ റിസോർട്ടുകൾ കെട്ടി, മാളികൾ കെട്ടി, വെള്ളമടിച്ച്, പെണ്ണ് പിടിച്ച്, അർമാദിച്ച് അവർ കഴിയുമ്പോൾ അതിന്റെ അങ്ങേപ്പുറത്ത് ആ പണത്തിന് അർഹതയുള്ളവർ പട്ടിണിയും പരിവട്ടവുമായി മഴ നനഞ്ഞ് ദുരിതത്തിലാണ്. അവരുടെ കുട്ടികൾ, അവർക്ക് നല്ലൊരു മെച്ചപ്പെട്ട ചികിത്സയില്ല, വിദ്യാഭ്യാസമില്ല. ചികിത്സയ്ക്കോ വിദ്യാഭ്യാസത്തിനോ പോയി കഴിഞ്ഞാൽ ആന ചവിട്ടി കൊല്ലുന്ന ഒരവസ്ഥ, ഈ ഒരവസ്ഥ. എന്നിട്ട് ഇതൊക്കെ പുറം ലോകത്ത് അറിയാതിരിക്കാൻ വേണ്ടി, ഇങ്ങനെയാണ് വനത്തിൽ നടക്കുന്നത് എന്ന് മറ്റുള്ളവരെ അറിയാതിരിക്കാൻ വേണ്ടി, അവരൊക്കെ കഷ്ടത്തിലാണ്, ബുദ്ധിമുട്ടിലാണ് എന്ന് ജനം അറിയാതിരിക്കാൻ വേണ്ടി അവരുടെ പണം, കോടിക്കണക്കിന് അവർക്ക് അനുവദിക്കുന്ന പണം അത് അടിച്ചു മാറ്റാൻ വേണ്ടി ഈ വനത്തിൽ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലേക്ക് ആൾക്കാർ കടക്കരുത്, അതിനുള്ളിൽ നോക്കരുത് എന്നുള്ള നിലയിലേക്ക് വരുന്നു. ഏതുപോലെ ഇവിടെ വയനാടിൽ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഒരു ഉരുൾപൊട്ടലുണ്ടായി. ആ ഉരുൾപൊട്ടലിൽ ആദ്യ ദിവസങ്ങളിൽ അവിടെ ജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ നടക്കുന്ന സംഭവങ്ങൾ, അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായി ജനം അറിയുന്നുണ്ടായിരുന്നു, പുറം ലോകം അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ പുറം ലോകം അറിയുന്നുണ്ട് അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനവും ഇല്ല, അവിടെ ദുരിതാശ്വാസ പ്രവർത്തനമില്ല, അവിടെ ഉള്ളവരെല്ലാം ദുരിതത്തിലും തന്നെയാണ് എന്ന് പുറം ലോകം അറിഞ്ഞ് ചർച്ചയായി തുടങ്ങിയപ്പോ ഉടനെ പിണറായി അവിടെ വിലക്കിട്ടു. ആരും അങ്ങോട്ട് പോകാൻ പാടില്ല, അവിടെ 2-3 ബാരിക്കേഡ് വെച്ച് അതിൻ്റെ ഉള്ളിലുള്ളവർ ചത്തോ ഉണ്ടോ എന്ന് തന്നെ പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇത് തന്നെയാണ് നിലമ്പൂരിൽ സംഭവിക്കുന്നത്, ഈ ആദിവാസികളുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. ഈ വനപാലകർ എന്ന് പറയുന്ന അവർ കൊണ്ടുവരുന്ന വന നിയമം സത്യത്തിൽ വനത്തെ രക്ഷിക്കാനോ ഈ ആദിവാസികളെ രക്ഷിക്കാനോ അല്ല. ആദിവാസികളെയും വനത്തെയും രക്ഷിക്കുന്നതിന് പകരം ഇവർക്ക്, ഈ ആദിവാസികൾക്കും വനത്തിന് വേണ്ടി അനുവദിക്കുന്ന പണം അടിച്ചു മാറ്റാനുള്ളതാണ്. അവിടെ അതിൻ്റെ ഉള്ളിൽ ഈ ആദിവാസികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് അറിയരുത്. അവർക്ക് വനവിഭവങ്ങളാണ് അവരുടെ ആഹാരം, അവരുടെ വരുമാനം. അതവരെടുക്കാൻ പാടില്ല. ചുരുക്കം പറഞ്ഞാൽ ഈ കാട്ടുനായ്ക്കരും ഈ ചോലനായ്ക്കരും അവരുടെ ജീവിതം തന്നെ തകർക്കണം, അവരുടെ വംശം തന്നെ ഇല്ലാതാകണം. അതാണ് ഇപ്പോൾ നിലവിൽ ഈ നിയമം കൊണ്ടുണ്ടാക്കുന്നത്. അവരെ സംരക്ഷിക്കാനെന്ന് വ്യാജേന വന നിയമം ഉണ്ടാക്കുമ്പോൾ സത്യത്തിൽ അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. മറ്റാരെങ്കിലും നാട്ടിൽ നിന്ന് ചോദ്യം ചെയ്യുകയോ മറ്റോ ചെയ്താൽ പി വി അൻവറിന്റെ ഗതിയാകും എന്നുള്ളൊരു സൂചനയാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ്. അപ്പോൾ പി വി അൻവറിന്റെ അറസ്റ്റിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു വീഡിയോയിലോ 2 വീഡിയോയിലോ പറയുന്നതല്ല, ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. കാരണം ഈ കാര്യങ്ങൾ പി വി അൻവർ ഈ ഒരു വിഷയമാക്കി ഇത് എടുത്തുകൊണ്ട് വന്നാൽ ഇങ്ങനെ വരുന്ന കോടികളുടെ കഥകൾ പഴയ കാലമല്ല, ഇപ്പൊ മാന്തി പുറത്തിടും. ആ കോടികൾ എങ്ങോട്ട് പോയി എന്ന് സമാധാനം പറയേണ്ടി വരും. അത് മാത്രമല്ല, ഈ പറയുന്ന ഉദ്യോഗസ്ഥർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെല്ലാം പുറത്തു വരും. അവരുടെ കാട്ടിനുള്ളിലെ പ്രവൃത്തികൾ പുറത്തു വരും. അർഹതപ്പെട്ട ചോലനായ്ക്കളും കാട്ടുനായ്ക്കളും അടക്കമുള്ള അതിനുള്ളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ ഇന്നത്തെ അവസ്ഥകൾ പുറത്തു വരും. അവർക്ക് വേണ്ടി ചെലവഴിച്ച പണം എങ്ങോട്ട് പോയി എന്ന് പറയേണ്ടി വരും. അപ്പോൾ അതൊക്കെ പറയാതിരിക്കാൻ വേണ്ടി നിയമപ്രകാരം അവർക്ക് അനുവദിച്ച തുക എങ്ങോട്ട് പോയി എന്ന് പറയാതിരിക്കാൻ വേണ്ടി സർക്കാർ തന്നെ ഒത്താശയോടെ ഒരു വന നിയമം പാസാക്കി കൊടുക്കുന്നു. ആ വനത്തിന്റെ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് ആരെങ്കിലും ഒരു നാഞ്ഞു തുപ്പിക്കഴിഞ്ഞാൽ, ഇനി ഒരു പക്ഷെ അവൻ നാളെ തുപ്പുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവനെ അപ്പൊ തന്നെ പൊക്കി തുപ്പാതിരിക്കാൻ വേണ്ടി ജയിലിലിടാനുള്ള ഒരു നിയമം ഉണ്ടാക്കി വെക്കുമ്പോൾ സത്യത്തിൽ ഇതിന്റെ പിന്നിൽ ഒരു വലിയ അജണ്ടയാണ് നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇത് വെറുതെ അല്ല പി വി അൻവറിനെ കുറിച്ച് അറസ്റ്റ് ചെയ്യുന്നത്. പി വി അൻവറിന്റെ മുൻകാല ചരിത്രമല്ല ഞാൻ പറയുന്നത്. പി വി അൻവർ ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകാം, അതുപോലെ മറ്റു പലതും ചെയ്തിട്ടുണ്ട്. ഞാനും അദ്ദേഹത്തെ ഒരുപാട് എതിർത്തിട്ടുണ്ട്, ഇപ്പോഴും എതിർക്കുന്നുണ്ട്. പക്ഷെ പി വി അൻവർ ഇപ്പോ ആദിവാസികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ വനത്തിന് വേണ്ടി വനപാലകർക്കെതിരെ നിൽക്കുന്ന ഈ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, ഇതൊരു വലിയ പ്രവൃത്തിയാണ്, ചെറിയ പ്രവൃത്തിയല്ല. ഇത് മീഡിയകൾക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല. മീഡിയകൾക്ക് പക്ഷെ അവരുടെ പങ്ക് കൃത്യമായിട്ട് കിട്ടുന്നത് കൊണ്ട് അവർക്ക് പി വി അൻവർ ഇതിനെ നിൽക്കണം. എത്ര പേര് പി വി അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്കറിയില്ല.
പക്ഷെ പി വി അൻവറിന്റെ ഈ ഒരു വിഷയം അറിയുന്ന കുറെ പേരുണ്ട്. അതിൽ അവർ പി വി അൻവറിനോട് സപ്പോർട്ട് ചെയ്യും. യു ഡി എഫ് നേതൃത്വത്തിന് അറിയാം ഇത്. ഇവിടെ കുറച്ചൊക്കെ പി വി അൻവർ എന്ന് പറയുന്നത് ഇപ്പൊ കറക്റ്റ് പാതയിലൂടെയാണ് പോകുന്നതെന്നും ആ പി വി അൻവറിന്റെ പാതയെ നമ്മൾ തടസ്സപ്പെടുത്തിയാൽ, ഇത് ജനം അറിഞ്ഞു കഴിഞ്ഞാൽ, ജനം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫിന് ഒരു പക്ഷേ ഒരു വലിയൊരു ജനപ്രീതി അല്ലെങ്കിൽ ജനപിന്തുണ കുറയും. പി വി അൻവറിന്റെ ശരിയായ പാത മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വന നിയമം എന്ന് പറയുന്നത് കാടിനെ നന്നാക്കാനല്ല, ആദിവാസികളെ നന്നാക്കാനല്ല. ഇത് വനവിഭവങ്ങളും വനവും അതുപോലെ ഈ പറയുന്ന ആൾക്കാർക്ക് അനുവദിക്കുന്ന കോടികളും കൊള്ളയടിച്ചു മാറ്റാനുള്ള ഒരു തന്ത്രമാണ്. നമ്മുടെ ആദിവാസികളായിട്ടുള്ള ആരുടെ ഭൂമി ആണോ നമ്മൾ പിടിച്ചെടുത്തത് അവരെ ആട്ടിത്തെളിച്ച് ആട്ടിപ്പായച്ച് കാടിനുള്ളിലേക്ക് വനത്തിനുള്ളിലേക്ക് പായച്ചതിന് ശേഷം അവരുടെ വംശനാശം വന്ന് ഇന്ന് വിരലിൽ എണ്ണാവുന്ന ഏതാനും പേർ മാത്രമായി നിൽക്കുന്ന സമയത്ത് ആ വംശനാശം നശിച്ചു പോകാൻ പോകുന്നു എന്ന തോന്നലിൽ നിന്ന് പി വി അൻവർ ഇത്തരത്തിലൊരു സമരം നടത്തുമ്പോൾ ആ സമരത്തിന് പിന്തുണ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയുന്ന ജനം തങ്ങളെ കൈയൊഴിയും, തങ്ങളെ തള്ളിപ്പറയും എന്നറിയാവുന്ന യു ഡി എഫ് ആണ് പി വി അൻവർ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് യു ഡി എഫിന് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിലിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയിൽ പി വി അൻവർ നിൽക്കുന്നതിന് കാരണം. പി വി അൻവർ ഈ സമരവുമായി മുന്നോട്ട് പോയാൽ ഏതായാലും കേരളത്തിലെ ജനത, പ്രത്യേകിച്ച് മലയോര മേഖലയിലുള്ള മുഴുവൻ ആൾക്കാർക്കും അറിയാം ഇതിന്റെ പ്രതിസന്ധി. അവരെല്ലാം പി വി അൻവറിനോടൊപ്പം നിൽക്കുമെന്നൊരു ഭയമുണ്ട്. അത് എൽ ഡി എഫിനുമുണ്ട്, യു ഡി എഫിനുമുണ്ട്. അത് ആരാണ് പി വി അൻവറിനെ മുതലാക്കുക എന്നുള്ളത് മാത്രമേ നോക്കാനുള്ളൂ. ഏതായാലും പി വി അൻവറിന് ഈ കാര്യത്തിൽ സപ്പോർട്ട് കൊടുക്കേണ്ട ഉത്തരവാദിത്വം മലയാളിക്കുണ്ട്, അതെല്ലാവർക്കും ഉണ്ട്. കാരണം ഇവിടെ നമ്മുടെ ആദിവാസികൾ ഇവിടെ നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അവരാണ് നമ്മുടെ പൂർവികർ, അവരാണ് ഇവിടെ ഭരിച്ചിരുന്നത്. ഈ രാജ്യം, ഈ നമ്മുടെ കേരള സംസ്ഥാനം അവരുടേതായിരുന്നു. അവരുടെ അധീനതയിലാണ് നമ്മുടെ പൂർവികർ താമസിച്ചിരുന്നത്. ഈ പറയുന്ന ആൾക്കാർ കാടിനെ നശിപ്പിക്കാത്ത, നാടിനെ നശിപ്പിക്കാത്ത, പ്രകൃതിയുടെ ആ ഒരു ആവാസ വ്യവസ്ഥയെ തകർക്കാതെ ജീവിച്ചു വന്ന അവരെ ഉൾക്കാട്ടിലേക്ക് ആട്ടിവിട്ട് വികസനത്തിന്റെ അല്ലെങ്കിൽ ഈ രീതിയിൽ ഈ നാടിനെ കുട്ടിച്ചോറാക്കി വികസിപ്പിച്ചതൊക്കെ നമ്മളാണ്. അപ്പോൾ അതിൽ ബാക്കിയുള്ളവരെ അവസാനിപ്പിക്കാനും അവരുടെ വിഭവങ്ങൾ കൊള്ളയടിക്കാനും അവർക്ക് വേണ്ടി അനുവദിക്കുന്ന പണം അല്ലെങ്കിൽ അനുവദിക്കേണ്ടി വരുന്ന ആ പണം മുഴുവൻ അടിച്ചു മാറ്റാനും വേണ്ടി ആസൂത്രിതമായി നടക്കുന്ന ശ്രമങ്ങളെ അകറ്റി നിർത്തേണ്ടതും അതിനെ വിളിച്ചു പറയേണ്ടതും അതിനെ തടയിടേണ്ടതും ഒരു പൗരന്റെ ഉത്തരവാദിത്വമാണ്. അതാണ് പി വി അൻവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പി വി അൻവറിന് ഈ പറഞ്ഞ ജനപിന്തുണ കൂടി വരുന്നത്. ഏതായാലും ഈ വനനിയമവുമായി ബന്ധപ്പെട്ട ഈ കാര്യത്തിൽ പി വി അൻവറിനോടൊപ്പം നിൽക്കാനാണ് എനിക്കിഷ്ടം. Different angles. Don't forget to subscribe and support this channel.